സ്ത്രീയുണ്ട്. ആ സ്ത്രീ പറയുന്ന ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. അവള് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ തിരിച്ച് നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് സെക്കൻഡ് സർപ്രൈസ് ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരു ഓണം ഗിഫ്റ്റ് കൊണ്ടുപോകണം. ഈ ഗാർഡിന്റെ ഒരു ഗ്യാസ് സ്റ്റവ്, ഒരു അടിപൊളി ഗ്യാസ് സ്റ്റവ് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുപോകണം. അമ്മയ്ക്ക് ആക്ച്വലി ഗിഫ്റ്റ്. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എഗെയിൻ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് അഹാന കൃഷ്ണ കണ്ടൻറ്റുമായിട്ട്, അല്ലെ കോണ്ടൻറ്റുമായിട്ട്. ചിലപ്പം കുറേ ആൾക്കാർ കരുതുന്നുണ്ടാവും ഇതിനൊരു അവസാനമില്ലേ, അല്ലെങ്കിൽ ഇതൊന്ന് നിർത്തിക്കൂടെ. എടാ, ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ, യൂട്യൂബ് തുറന്നാൽ നമുക്ക് ആകെ കാണാനുള്ളത് ഇത് മാത്രം. പണ്ടൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ചാനലിൽ മാത്രമായിരുന്നു. ഇന്ന് മെയിൻ സ്ട്രീം ചാനലുകളിൽ വരെ ഇതിങ്ങനെ ഒരു ന്യൂസ് ക്ലിപ്പായി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു വൈറൽ വിഷയമാവുന്ന സമയത്ത് സംസാരിക്കാണ്ടിരിക്കാൻ പറ്റുമോ? പിന്നെ ഈ വൈറൽ വിഷയത്തിൽ തന്നെ വൈറൽ ട്വിസ്റ്റുകൾ വരുമ്പോഴോ പറഞ്ഞില്ലെങ്കിൽ വളരെ മോശമല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇപ്പം നടക്കുന്ന കുറച്ച് കോലാഹലങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. പിന്നെ എൻ്റെ വീഡിയോയിൽ റീസെൻ്റ്ലി ഞാൻ ഇങ്ങനെ പല കമൻസുകളും കാണുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വരുന്ന അന്നും ഇന്നും വരുന്ന ഒരു കമൻറ്റാണ്, മോളെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഇങ്ങനെ യൂട്യൂബ് ഗോസിപ്പുകൾ പറഞ്ഞ് നടക്കാൻ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ പണീനെ കുറിച്ചിട്ട് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ പറഞ്ഞു കഴിഞ്ഞു. അത് അറിഞ്ഞിട്ടും ഇനി അറിയാത്തവരാണോ പറയുന്നതെന്ന് എനിക്കത്. അറിയാത്തവരാണെങ്കിൽ അവരോട് ഞാൻ പറയുന്നു, ഞാനൊരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 4.5 കൊല്ലമായി. ഇപ്പോൾ കറൻറ്റ്ലി ഞാനുള്ളത് എൻ്റെ ഓഫീസിലാണ്. എനിക്കൊരു ഫ്രീ ടൈം കിട്ടിയ സമയം ഞാൻ ജസ്റ്റ് ഒരു കോണ്ടൻറ്റ് എടുത്ത് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇത് അറിഞ്ഞിട്ടും ചോദിക്കുന്നവരോടാണെങ്കിൽ എനിക്ക് ഒരു പണിയുമില്ല. എൻ്റെ പണി ഇതാണ്, ഞാൻ സമ്മതിച്ചു. അപ്പം അതിന് ഏകദേശം ഒരു തീരുമാനമായി എന്നാണ് എൻ്റെ വിശ്വാസം. ഈ കമൻറ്റ് ഇങ്ങനെ കാണുമ്പോൾ നമ്മളും ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. കാരണം എത്ര പറഞ്ഞാലും പറയല്ലേ. അപ്പം ഞാൻ കരുതി ഇതങ്ങ് പറയാം, എനിക്കൊരു പണിയുമില്ല, എൻ്റെ പണി ഇതാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ പരദൂഷണ കഥകളൊക്കെ എടുത്ത് വെച്ച് അങ്ങ് സംസാരിക്കുക പോരെ. അതിനൊരു തീരുമാനമായ സ്ഥിതിക്ക് നമുക്കിങ്ങനെ ഒന്നൊന്നായി പോവാം. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്ന സമയത്ത് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഏറ്റവും കൂടുതൽ കണ്ടൊരു സാധനം അതാണ്. അഹാൻ അശ്വിനെ അൺഫോളോ ചെയ്തു, അശ്വിൻ അഹാനെ അൺഫോളോ ചെയ്തു, ദിയയും അഹാനെയും കോർത്തു. ഈ ഒരു സാമഗ്രിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത്. അപ്പം ഞാൻ അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. അതിൻ്റെ കൂടെ കമൻറ്റും രേഖപ്പെടുത്തുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു മെയിൻ കോൺട്രവേഴ്സി അഹാനയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ അഹാനയുടെ യൂട്യൂബ് ചാനലിൽ കയറി ഒന്ന് പരതി നോക്കി. ഞാൻ സെർച്ച് ചെയ്തു, കയറി അശ്വിൻ എന്നടിച്ചു നോക്കുമ്പോൾ അസ്വി മലയാളവും അശ്വതി ജയറാമും മാത്രമേ അവൈലബിൾ ആവും. അത് മനസ്സിലായി, അഹാന ഫോളോ ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ അഹാന ചേച്ചിക്ക് റെസ്റ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ അശ്വിനേട്ടൻ്റെ ചാനലിൽ പോയി നോക്കി. അശ്വിനേട്ടൻ്റെ സ്ഥാനത്ത് പോയി നോക്കുന്ന സമയത്ത് അശ്വിനേട്ടൻ്റെയിലും അഹാന കൃഷ്ണയെ കാണാനില്ല. പക്ഷേ ഇഷാനി കൃഷ്ണയുണ്ട്, സിന്ധു കൃഷ്ണയുണ്ട്, ഹൻസികയുണ്ട്. കൃഷ്ണകുമാറിനെ ഞാൻ അടിച്ചു നോക്കിയില്ല, കാരണം ഒരു വിഷയത്തിനും ഇല്ലാത്തതുകൊണ്ട് തന്നെ കൃഷ്ണകുമാർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത എൻ്റെ ഒരു വീഡിയോൻ്റെ താഴെ ഓൾറെഡി വന്നൊരു കമൻ്റ് ആയിരുന്നു, ഈ അശ്വിൻ അൺഫോളോ ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. ഞാനതൊന്ന് വലിയ കാര്യമാക്കിയില്ല, കാരണം അശ്വിൻ എന്തിന് അൺഫോളോ ചെയ്യുന്നു എന്നൊരു സാധനം എൻ്റെ തലയിൽ കൂടെ പോയിരുന്നു. കാരണം ഒരു വിഷയത്തിൽ ഒന്നിലും ഇല്ലാണ്ട് മിണ്ടാണ്ട് വായും പൊത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്ന അശ്വിൻ വൈ എന്നൊരു ചോദ്യം വന്നിരുന്നു എനിക്ക്. കാരണം പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും ഇല്ലാണ്ട് ആ ഫാമിലിയിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ എന്തായാലും അൺഫോളോ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കംപ്ലീറ്റ് റെഫർ ചെയ്ത സമയത്ത് ഞാൻ കേട്ടൊരു ഗോസിപ്പാണ്, അശ്വിനേട്ടനും അഹാന ചേച്ചിയും ഇപ്പോഴാണ് മിണ്ടി തുടങ്ങിയത്, പണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആഫ്റ്റർ മാരേജ് ആ മിണ്ടിയാന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും സോഷ്യൽ മീഡിയ അല്ലേ, ചിലപ്പോൾ ഫോളോ ചെയ്തൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്നാണ് എല്ലാത്തിൻ്റെയും ഒരു ആരംഭം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ദിയ ചേച്ചിയുടെ അക്കൗണ്ടിൽ ഇപ്പം ദിയനെ പൊതുവേ ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റാം, ദിയൻ്റെ ഇമോഷൻസ് എല്ലാം കുറച്ചും കൂടെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ്. ഇഷാനി ഒന്നും കാണിക്കലില്ല. ഹൻസു നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. ഹൻസുമായി ബന്ധപ്പെട്ടിട്ട് ഈ റീസെൻ്റ്ലി സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കോൺട്രവേഴ്സി വന്ന സമയത്ത് ഹൻസു, ഇഷാനി, ദിയ ഒന്നും വേണ്ടിയിട്ടില്ല. ആ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് ഹൻസിക വളരെ മാന്യമായി ഡീസൻ്റായി തൻ്റെ തെറ്റ് മനസ്സിലാക്കി ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് വന്നു. അത് നിങ്ങൾ കണ്ടല്ലോ. അങ്ങനെയാണ്. അഹാനേനെ പൊതുവെ ഒരു ബ്രേവ് ഗേൾ എന്ന സ്റ്റാൻഡിലായിരുന്നു നിന്നെ. പക്ഷേ അഹാന പൊതുവെ കുറച്ച് എന്താ പറയുക, പല വിഷയങ്ങളിലും സംസാരിക്കുന്ന രീതി അല്ലെ പലതും കാണിക്കുന്ന സമയത്ത് അഹാന ഒരു കട്ട് ആൻഡ് സ്ട്രൈറ്റ് എന്ന് തോന്നിയിരുന്നു. എന്നാൽ അഹാനേനെ അവിടെ വെച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം
നമ്മളുടെ ആരുടെ പോസ്റ്റ് വരുന്നത്? ദിയ കൃഷ്ണ ചേച്ചി. ദിയ കൃഷ്ണ ചേച്ചി പൊതുവേ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് റിയാക്റ്റീവാണ്. ഒരുവിധം എല്ലാ കാര്യങ്ങൾക്കും റിയാക്ട് ചെയ്യും. പറ്റുന്ന രീതിയിൽ എല്ലാ വള്ളിയും പിടിക്കും. വീഡിയോയിലാണെങ്കിലും പറയുന്ന കാര്യത്തെക്കുറിച്ചൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ദിയേൻ്റെ സ്റ്റോറിയിൽ ദിയയ്ക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ ദിയ അന്നും ഇന്നും വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ദിയേൻ്റെ സ്റ്റോറി എല്ലാവരും ശ്രദ്ധിക്കും. അപ്പോൾ ദിയ റീസെൻ്റ്ലി ഇട്ട ഒരു സ്റ്റോറി ഞാൻ സൈഡിൽ കൊടുക്കാം. ഒരു ഫേക്ക് പീപ്പിൾ ട്രൈ ടു ഫിറ്റ് ഇൻ വിത്ത് എവരി വൺ, റിയൽ പീപ്പിൾ ഡോണ്ട് എന്നുവെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഒരു ഫേക്ക് ആയിട്ടുള്ള പീപ്പിൾ ആണെങ്കിൽ ഇങ്ങനെ പ്ലീസ് ചെയ്തുകൊണ്ട് എല്ലാവരുടെ അടുത്തും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഫിറ്റ് ആവാൻ വേണ്ടി നോക്കും. പക്ഷേ റിയൽ പീപ്പിൾ അതിനൊന്നും നിൽക്കില്ല. പറയേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കട്ട് ആൻഡ് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യുമെന്നുള്ള ഒരു സ്റ്റോറി. ഈ സ്റ്റോറി 2 രീതിയിൽ എടുക്കാൻ പറ്റും. ഒന്ന് അഹാനേനെ സപ്പോർട്ട് ചെയ്തിട്ടും ഒന്ന് അശ്വിനെ സപ്പോർട്ട് ചെയ്തിട്ടും. അപ്പോൾ അഹാനേനെ സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിൽ അഹാനയ്ക്ക് ഇങ്ങനെ ഈ അമ്മമ്മ ഇങ്ങനെ തെറ്റുകാരിയായിട്ടും അമ്മമ്മേനെ അമ്മമ്മ അടിപൊളി, അമ്മ സൂപ്പർ എന്ന് പറയാൻ ആഗ്രഹമില്ല, എനിക്ക് പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും എന്നുള്ളൊരു രീതിയിലെടുക്കാം. അല്ലെങ്കിൽ പിന്നെ എടുക്കാൻ പറ്റുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. അശ്വിൻ എങ്ങനെയാണ്? അശ്വിൻ ഇങ്ങനെ റിയൽ അല്ലാത്ത ആൾക്കാരുടെ അടുത്ത് വന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അശ്വിൻ എന്താ കാര്യം വെച്ചാൽ അശ്വിൻ കട്ട് ആൻഡ് സ്ട്രൈറ്റ് ആയിട്ട് പറയും എന്നുള്ള രീതിയിൽ കൊടുക്കാം. പിന്നെ ദിയയുടെ ഒരു സ്വഭാവം വെച്ചും ഒരു കമ്മിറ്റ്മെൻറ്റ് സ്റ്റൈലും വെച്ചും അശ്വിനെ സപ്പോർട്ട് ചെയ്യാനാണ് ചാൻസ്. എന്തായാലും ആ ഭൂകമ്പം അങ്ങ് പോകുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ദിയ ചേച്ചി അടുത്തൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. കറക്റ്റ് പറയുകയാണെങ്കിൽ 6 മണിക്കൂർ മുമ്പ്. ആ സ്റ്റോറിയിൽ ഇങ്ങനെയാണ്: ദിസ് ഈസ് അബ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു 4 ഫോട്ടോ. ഒന്ന് ഫിനാൻഷ്യൽ ഇഷ്യൂസ്, പൈസേൻ്റെ കാര്യത്തിൽ കൺട്രോൾ വെക്കുക. രണ്ടാമത്തത് വെർബൽ അബ്യൂസ് എന്ന് വെച്ചാൽ വളരെ മോശമായ പദപ്രയോഗം മുഖത്ത് നോക്കി പറയുക. 4മത്തത് ഫിസിക്കൽ വയലൻസ് എന്ന് വെച്ചാൽ അടി കുത്ത് അറിയാലോ. പിന്നെ ചീറ്റിംഗ്, ചതി. ഇതിന് താഴെ വേറൊരു സാധനം ഇട്ടു: ബട്ട് ദിസ് ഈസ് ഓൾസോ ആൻ അബ്യൂസ് എന്ന് വെച്ചാൽ നമ്മൾ പൊതുവെ അബ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ തല്ല് തെറി ഇതൊക്കെയാണ്. പക്ഷേ ഇതല്ലാണ്ട് അബ്യൂസും ഉണ്ട്. അതിൽ മാർക്ക് ചെയ്തൊന്ന്: ഹിസ് മദർ ആക്ടിങ് ലൈക്ക് ഹിസ് ഇമോഷണൽ വൈഫ്, ഹിസ് ഫാമിലി ഓൾവേസ് ടേക്കിംഗ് ഹിസ് സൈഡ് വൈൽ പ്രിറ്റൻഡിങ് ടു ബി യുവർ വെൽ വിഷേഴ്സ്, ഹിസ് ഇനേബിൾ റീച്ചിങ് ഔട്ട് ടു യു വെൻ ഹി കനോട്ട് കൺട്രോൾ ദ നറേറ്റീവ് ഹിംസെൽഫ്, people using adjustment to train you to tolerate disrespect, your partner staying silent while his family is slowly breaking your dignity, being told to respect elders who use age as to shield for cruelly, everyone protecting the family image while nobody protect your peace, being pressured to forgive because your anger exposes what they did. ഈ ഒരു സ്റ്റോറിയിൽ ഒരുപാട് മീനിങ്ങുകളുണ്ട്, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരുപാട് പേർക്ക് കുത്തിയിടുന്നത് പോലെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഓരോ സ്റ്റോറി, ഓരോ ഇമേജ് ഓരോന്നെടുത്ത് വെച്ചാൽ എണ്ണി പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. എന്നാൽ സ്റ്റോറീനെ സ്റ്റോറിയായി കണ്ടുകൊണ്ട് ദിയ ചേച്ചിയുടെ ഇമോഷൻ ക്ലിയറായി മനസ്സിലാക്കിക്കൊണ്ട് അത് വിടുന്നു. അപ്പോൾ ദിയ ചേച്ചിയുടെ സ്റ്റോറിയും ഇതോടുകൂടി ഡിസ്കഷനായി. അപ്പം ഇതിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി അശ്വിനും അഹാനയും തമ്മിൽ എന്തോ ഒരു പ്രശ്നത്താൽ 2 പഞ്ചായത്തിൽ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ക്ലിയറായി. ആൻഡ് ദിയ 2ൻ്റെ ഇടയിൽ കടന്ന് ത്രാസുകളി കളിക്കുക എന്നുള്ളതും മനസ്സിലായി. ഇതാണ് ഇപ്പം കറൻലി ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് KK ഫാമിലിയുടെ ഒരു അവസ്ഥയാണ്. കാരണം കോൺട്രവേഴ്സീൻ്റെ പുറത്ത് കോൺട്രവേഴ്സികൾ ഇങ്ങനെ 1, 2, 3, 4, 5 ആയി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നിനും ഒരു ലിമിറ്റില്ല. എത്രയെന്ന് കരുതിയാണ് ഇങ്ങനെ കേട്ടിരിക്കുക, എത്രയെന്ന് കരുതിയാണ് ഇങ്ങനെ സഹിച്ചിരിക്കുക. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളുടെ ഇടയിൽ തന്നെ ദിയ ചേച്ചി ഇട്ട അടുത്തൊരു സ്റ്റോറി: മാരേജ് ഈസൻറ്റ് ടെസ്റ്റഡ് വെൻ ലൈഫ് ഈസ് ഈസി, ഇറ്റ് ഈസ് ടെസ്റ്റഡ് ബൈ മണി, ഇൻലോസ്, എക്സോഷൻ ആൻഡ് അൺമെറ്റ് എക്സ്പെക്ടേഷൻ. റൊമാൻസ് ഇൻട്രൊഡ്യൂസ് പീപ്പിൾ, റിയാലിറ്റി റിവീൽസ് ദം. അപ്പം എന്തായാലും KK ഫാമിലീൻ്റെ ഉള്ളിൽ നല്ലൊരു പുകച്ചിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ആ പുകച്ചിലുകൾ വൈകാണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ആവും. അന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ചിട്ട് എടുത്ത് സംസാരിക്കാം. ഇപ്പോഴെങ്കിലും അശ്വിൻ്റെ സ്റ്റാൻഡ് കാണിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. ആ വീട്ടിലുള്ള പൂച്ച തൊട്ടിട്ട് ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഈവൻ ചെടിക്ക് വരെ അവരുടേതായ ഒരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായ ലെവലിലോട്ട് അശ്വിൻ ഗണേഷും എത്തിയിരിക്കുന്നു. അപ്പോൾ അൺഫോളോയും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം
ഇന്നലെ 2 തൻവി ചേച്ചിയുടെ ചാനലിലും അഹാന ചേച്ചിയുടെ ചാനലിലും ഒരു പോസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. അഹാന ചേച്ചി വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, തൻവി ചേച്ചി വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നിങ്ങൾ എത്ര ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ അത് അവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യും. അപ്പം ആദ്യം തൻവി ചേച്ചിട്ടെ, വി ഹാവ് ഡിസൈഡഡ് ടു ടോക്ക് തിങ്സ് ത്രൂ ദ ഫാമിലി ആൻഡ് ക്ലാരിഫൈ ദ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ബോത്ത് മീ ആൻഡ് അഹാന വിൽ ടേക്ക് ഡൗൺ ദ വീഡിയോസ് ആൻഡ് ടോക്ക് ഇറ്റ് ഔട്ട്. ഇത്രയാണ് അവരിട്ടെ. എന്ന് വെച്ചാൽ ഞങ്ങൾ ഫാമിലിയിൽ നിന്ന് സംസാരിച്ച് ഞങ്ങളുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് മാറ്റാമെന്ന് ഡിസൈഡ് ചെയ്തു, അതുകൊണ്ട് വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യുന്നു. ഇത് തന്നെ ആദ്യം ചെയ്താൽ പോരായിരുന്നോ? എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ സിന്ധു കൃഷ്ണനെയും മക്കളെയും വിളിച്ചിരുത്തി സംസാരിച്ചാൽ പോരെ? സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളങ്ങ് സംസാരിച്ച് നിങ്ങൾ വീഡിയോ ഇട്ട് അവർ വീഡിയോ ഇട്ട് പിന്നെ നിങ്ങൾ വീണ്ടും വീഡിയോ ഇട്ടിട്ട് നമ്മളെല്ലാവരും എടുത്ത് നമ്മുടെ അഭിപ്രായം പറയുന്നത് ഇത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമാണോ? എനിക്ക് തോന്നുന്നവരോട് എനിക്കൊന്നും പറയാനുമില്ല. എന്തായാലും അഹാന ചേച്ചി, ഓഫ് മൈ ഗോഡ്, വന്നിട്ടുണ്ട്. ഫാമിലി മെമ്പേഴ്സ് ഡിസ്കസ്ഡ് വിത്ത് തൻവി ആൻഡ് മെയ്ഡ് ഹർ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സോഷ്യൽ മീഡിയ വാസ് നെവർ ദ പ്ലേസ് ഫോർ ഹർ ടു പുട്ട് ഔട്ട് ഫാമിലി ഇഷ്യൂ. അപ്പോൾ അഹാനേൻ്റെ ഒരു പോയിന്റ് ഓഫ് സ്റ്റാൻഡ് അവിടെ ഉദ്ദേശിച്ചതാണ്. തൻവി ഇവിടെ പറഞ്ഞെന്താ, ഞാനും അഹാനയും സംസാരിച്ചു, ഞങ്ങളുടെ ഇടയിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ഞങ്ങൾ തീർക്കാമെന്ന് തീരുമാനിച്ചു, സോ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു. ഇതാണ് പറഞ്ഞത്. അന്നേരം ഇവിടെ അഹാന പറയുന്നത് കുടുംബക്കാരെല്ലാം ചെന്ന് തൻവീനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. എന്ന് വെച്ചാൽ ഫാമിലി ഇഷ്യൂസ് സംസാരിക്കാനുള്ളൊരു സ്പേസ് അല്ല സോഷ്യൽ മീഡിയ എന്നുള്ളത്. ഫാമിലി മെമ്പേഴ്സ്, കുടുംബക്കാർ തൻവീനോട് ചെന്ന് പറഞ്ഞു. എന്നാലും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല, തൻവീനോട് ചെന്ന് പറഞ്ഞു. ഷീ അഗ്രീഡ് ടു ഡിലീറ്റ് യുവർ വീഡിയോ ആൻഡ് ഇഫ് ഐ ഓൾസോ അഗ്രീഡ് ടു ടേക്ക് ഡൗൺ മൈ വീഡിയോ. അവൾ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ റെഡിയായി, അതുകൊണ്ട് ഞാനും റെഡിയായി. അവിടുത്തെ ഒരു സ്റ്റാൻഡ് കണ്ടോ? അവിടെയും ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല, ഞാൻ എൻ്റെ ഇതിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു സാധനം ഇൻഡയറക്ട്ലി കാണിക്കുന്നില്ലേ? Agreed. I have taken down my video. Even in my video, I had stated that it was anyways going to remove my video within 1 week at the most. അപ്പം ഇവിടെ അതിനൊരു എക്സ്പ്ലനേഷൻ ചെയ്യുകയാണ്. ഇനി എന്തൊക്കെയാണെങ്കിലും ഒരാഴ്ചയും കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നെടുത്തത് വലിയൊരു വിഷയമല്ല എന്ന രീതിയിൽ. ഐ വാസ് നെവർ ദ വൺ ഹു സ്റ്റാർട്ടഡ് ദ സർക്കസ്. ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല നിങ്ങളാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന്. പിന്നെന്തിനാണ് അതിപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യം? മൈ വീഡിയോ വാസ് ജസ്റ്റ് എ റെസ്പോൺസ് ടു സംതിങ് ഷീ ഷുഡ് നെവർ ഹാവ് സ്റ്റാർട്ടഡ് ഓഫ്. ഓക്കെ, പക്ഷേ ആ റെസ്പോൺസ് ചെയ്യുന്ന രീതിയിൽ വളരെ മിസ്റ്റേക്ക് പറ്റിപ്പോയി. കാരണം ഇങ്ങനെ റെസ്പോൺസ് ചെയ്യേണ്ടത് ഫാമിലിയിൽ അങ്ങ് റെസ്പോണ്ട് ചെയ്തുകൂടായിരുന്നോ? തൻവി ഒരു വീഡിയോ ഇട്ടു, ഈവൻ നമ്മൾ 3-4 പേര് റിയാക്ട് ചെയ്തു, അവിടെ ടോപ്പിക്ക് കഴിഞ്ഞു. ആ രീതിയിൽ വിട്ടാൽ മതിയായിരുന്നു. അഹാന അപ്പോഴേക്ക് അത് ഏറ്റുപിടിച്ച് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഹാന വീഡിയോയിൽ വന്നിട്ട് എന്തൊക്കെയൊക്കെയോ കയറി പറഞ്ഞു. ഓട്ടോമാറ്റിക്കലി അതിൽ പറഞ്ഞ പല കാര്യങ്ങളുമായിട്ട് തൻവിക്കോ അല്ലെങ്കിൽ അമ്മമ്മയ്ക്കോ യോജിക്കാൻ പറ്റിയില്ല. അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് നല്ല പച്ചയ്ക്ക് അഹാനേനെ അങ്ങ് നാറ്റിച്ചു. അപ്പം ഇവിടെ ഈ പറഞ്ഞതിൽ കൊണ്ട് സ്വയം നാറിയത് അഹാനയാണെന്ന് ഇവിടെ പറയേണ്ടിയിരിക്കുന്നു. വി ട്രൂലി ഹോപ്പ് തൻവി സ്റ്റാൻഡ് ബൈ ഹർ വേർഡ് ആൻഡ് നെവർ ബ്രിങ് ഫാമിലി ഇഷ്യൂ ഇൻ ടു സോഷ്യൽ മീഡിയ ഫോർ പേഴ്സണൽ ഗെയിൻ. പേഴ്സണൽ ഗെയിൻ അതെനിക്കറിയില്ല. പിന്നെ തൻവീൻ്റെ ഇതുപോലെ തൻവി ഇടാണ്ട് എന്നാൽ നല്ലത്. ചിലപ്പോൾ ഇനി ഇടുമോ എന്നറിയില്ല. അഹാന വീണ്ടും ഇനി തൻവീനെ ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇടാനുള്ള ചാൻസ് ഉണ്ട്. തൻവി അങ്ങനെയാണ്, ഒറ്റ ബുദ്ധിയാണ്. തൻവിക്ക് പ്രത്യേകിച്ചൊന്നും പോകാനില്ല. നിങ്ങളാണ് ഈ മീഡിയ പോപ്പുലാരിറ്റി അടിപൊളി ഏറ്റവും നല്ല പേരക്കുട്ടികളുടെ അവാർഡ് അത് ഇതൊക്കെ പറഞ്ഞ് നിൽക്കുന്നത്. അതുകൊണ്ട് തൻവി ഇടും അറിയില്ല. പിന്നെ ലാസ്റ്റ് പറഞ്ഞൊരു സാധനമുണ്ട്, ഫോർ പേഴ്സണൽ ഗെയിൻ. ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഫാമിലി കോണ്ടന്റ് ഇടുന്നതുകൊണ്ട് തൻവിക്ക് എന്ത് പേഴ്സണൽ ഗെയിനാണ് ഉദ്ദേശിച്ചത്? മേ ബി റീച്ച് ആണോ? റീച്ച് ഓൾറെഡി തൻവിക്കുണ്ട്. ഞാൻ നോക്കിയ സമയത്ത് അത്യാവശ്യം സബ്സ്ക്രൈബർ ഉള്ള ആൾ തന്നെയാണ്. അതിനും ഭേദം തൻവിക്ക് നാട്ടിൽ വന്നിട്ട് നിങ്ങളെ കൂട്ടി ഒരു 5 വ്ളോഗ് ഇട്ടാലും തൻവിക്ക് റീച്ച് കിട്ടും. പിന്നെ എന്ത് പേഴ്സണൽ ഗെയിനോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ അഹാന പറയുന്നത് എന്തോ ഒരു പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ടാണ് തൻവി ചേച്ചി ഇതിട്ടത് എന്നൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കഥയുടെ ഒരു പോക്ക്. ഇനി എനിക്ക് നിങ്ങൾക്ക് കുറച്ച് വീഡിയോകൾ കാണിച്ചു തരാനുണ്ട്. ദാറ്റ് ഈസ് വീഡിയോ നമ്പർ 1. ദാറ്റ് ഈസ് കൃഷ്ണകുമാർ സാറിൻ്റെ വീഡിയോ. അതിലോട്ട് ആദ്യത്തെ അമ്പിന്റെ പോലും വേദന നമുക്ക് ശരിക്കറിയാൻ പറ്റാതെ നമ്മളത് തരണം ചെയ്യാൻ ഭാഗ്യമുണ്ടായിരുന്നു. അതായത് വേണമെങ്കിലെ പ്രശ്നത്തെ വഷളാക്കാം. ഈ വഷളാക്കുന്ന നമ്മുടെ മനസ്സിന്റെ സംഭവമാണ് രണ്ടാമത്തെ അമ്പ്. അപ്പൊ രണ്ടാമത്തെ അമ്പിനെ ഒഴിവാക്കണം. നമ്മളൊരു പ്രശ്നം വരുമ്പോൾ ആദ്യം ശാന്തമായിട്ടിരിക്കുക, നീട്ടി ശ്വാസം എടുക്കുക, കുറച്ച് വെള്ളം കുടിക്കുക, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായി നമ്മൾ ചർച്ച ചെയ്യുക. ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് നമ്മൾ അതിനൊരു വഴി കണ്ടെത്തണം. പ്രശ്നത്തിന്റെ അകത്തിരുന്ന് ചിന്തിച്ചാൽ പരിഹാരം കിട്ടാൻ പാടാണ്. നമ്മൾ വെപ്രാളത്തിൽ അങ്ങോട്ടോടുന്ന് ഇങ്ങോട്ടോടുന്ന് ബഹളം ഉണ്ടാക്കുന്ന അലറി വിളിക്കുന്നു. കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി ഈ വിഷയത്തിന് റെസ്പോണ്ട് ചെയ്തത് ഒരു റൈറ്റ് ഫോമാണ് എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മളെ ലൈഫിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല. ഫാമിലി ഇഷ്യൂസ് ആണെങ്കിലും എന്ത് ഇഷ്യൂസ് ആണെങ്കിലും ഇല്ലാത്ത മനുഷ്യന്മാരില്ല. കാരണം എല്ലാ മനുഷ്യനും അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ ജോലിയിലോ അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തിലോ അവന് സാമൂഹികമായിട്ടോ ഫ്രണ്ട്സിലോ പാർട്ട്ണറിൻ്റെ അടുത്തോ എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഈ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതിലാണ്. ചിലർ വേഗം പൊട്ടിത്തെറിക്കും, ചിലർ തല്ലുണ്ടാക്കും, ചിലർ കത്തികുത്തുണ്ടാക്കും, പലരും പല രീതിയിലാണ് പ്രശ്നങ്ങളെ ഡീൽ ചെയ്യുക.
നമ്മൾ ഡീൽ ചെയ്യുന്നിടത്താണ് നമ്മളുടെ ഒരു ക്വാളിറ്റി. അപ്പോൾ ഇവിടെ ഈ വ്യക്തി പറഞ്ഞത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഹറിബറിയായിട്ട് എന്ന് വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടായി അത് മാനസികമായി തലയിലോട്ട് ഏറ്റെടുത്ത് ഹറിബറിയായിട്ട് അവിടെ ഇഷ്യൂ ഉണ്ടാക്കുന്നതിലും ഏറ്റവും നല്ലത് കുറച്ച് സൈലൻ്റായി ഇരുന്ന് അതിന് ശേഷം ഈ വിഷയത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആ പ്രശ്നത്തെക്കുറിച്ചോ ഒരു തീരുമാനം ഉണ്ടാക്കാമെന്നാണ്. അഭിപ്രായത്തെ യോജിച്ചുകൊണ്ട് ഞാനൊരു കാര്യം പറയുകയാണ്, ഈ ഒരു സാധനം സ്വന്തം മോൾക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുത്താൽ വളരെ നല്ലതായിരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ തൻവീൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായ സമയം വളരെ ക്ലിയർ ആയിട്ട് അപ്പം തന്നെ നിങ്ങളുടെ ഫാമിലി തൻവീനെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിരുന്നെങ്കിൽ പിറ്റേ ദിവസം തൻവി വരുന്നു. തൻവി വന്നിട്ട് പറയുകയാണ്, ഞാൻ ഇങ്ങനെയൊന്നല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, അത് അമ്മ പറഞ്ഞതിന് നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതാ എന്ന് പറഞ്ഞാൽ അവിടെ ആ വിഷയം തീർന്നു. പകരം തൻവി ഒരു വീഡിയോ ഇട്ട സമയത്ത് രോക്ഷാകുലയായി തനിക്ക് സപ്പോർട്ട് കിട്ടുമെന്ന് കരുതി അഹാനയുടെ സൈഡിൽ നിന്ന് ഒരു വീഡിയോ ഇട്ടു. അഹാന വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് അഹാനയുടെ വീഡിയോനെ സപ്പോർട്ട് ചെയ്തു. ഇവൻ ഞാനും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്തത്. പക്ഷേ അഹാന പറഞ്ഞ വീഡിയോയിൽ തൻവീനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി ഇൻഡയറക്റ്റ്ലി ഇട്ടൊരു സാധനമുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് ഷീസ് ആൻ ആക്ടർ, അതിൻ്റെ കഴിവുണ്ട്. ഓഫ്കോഴ്സ് പല കാര്യങ്ങളും വിശദീകരിച്ച് പറയാനും അതിനെ ജനങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തറയ്ക്കുന്ന രീതിയിലൊക്കെ പറയാൻ കഴിവുള്ള ആളാണ്. ഒരു ഡയറക്ടറാണ്, ഒരു ആക്ടറാണ്, എല്ലാം. അപ്പോൾ പിന്നെ അഹാന പൊതുവെ അഹാനേൻ്റെ വീഡിയോ കണ്ടാലാണ് അഹാനേൻ്റെ ഒരു വാക്ചാരിത്യത്തിൽ അഹാനയ്ക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയ സമയത്ത് തൻവിക്ക് മനസ്സിലായി ഇതല്ല അഹാന എന്ന് തെളിയിക്കാൻ വേണ്ടി അഹാനേനെ എക്സ്പോസ് ചെയ്തുകൊണ്ടൊരു സാധനം ഇട്ടു. അത് സോഷ്യൽ മീഡിയയിൽ വലിയ ഡിസ്കഷനായി. ഇപ്പോഴും ഇതിൻ്റെ പുറത്ത് ആ ഒരു വീഡിയോ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിൽ വന്ന വീഡിയോൻ്റെ പുറത്താണ് പോകുന്നത്. നിങ്ങൾ രണ്ടുപേരും പോസ്റ്റ് ഇട്ട് ഒഴിവാക്കി എന്നാണെങ്കിലും സ്റ്റിൽ ദ ഡിസ്കഷൻ ഈസ് ഗോയിങ് ഓൺ. അപ്പം ഈ താങ്കളിലുള്ള കുറേ ക്വാളിറ്റീസ്, താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ള കുറേ ശരികൾ, താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ള ചില നല്ല ബാധകൾ മക്കളിലോട്ട് പഠിപ്പിച്ചു കൊടുത്താൽ പല കോൺട്രവേഴ്സികളും എവിടെന്നെങ്കിലുമൊക്കെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത് പറയുന്നു. പല വീഡിയോകളിലും കൃഷ്ണകുമാർ സിന്ധു കൃഷ്ണയുടെ വ്ളോഗിൽ വന്ന് പല വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന കേൾക്കുന്ന സമയത്ത് പല അഭിപ്രായങ്ങളോടും ഞാൻ യോജിച്ചിട്ടുണ്ട്, എന്നാൽ യോജിക്കാത്തതുമുണ്ട്. ഈ യോജിച്ച നല്ല നല്ല അഭിപ്രായങ്ങൾ എങ്ങനെ തീരുമാനം എടുക്കണം. ഇപ്പോൾ പുള്ളീനെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ ഫെയിലിയർ പറ്റുമ്പോൾ ഒരിക്കലും താഴ്ന്നു നിൽക്കലില്ല, കം ഔട്ട് ചെയ്യലാണ്. അപ്പം ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കേൾക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇതൊക്കെ നല്ല ക്വാളിറ്റീസാണ്. ഈ ക്വാളിറ്റീസൊക്കെ മക്കളിൽ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നന്നായേനെ എന്ന് പറയുന്നു. ഇനി അടുത്തത് ഒരു കോമഡി നടന്നൊരു വീഡിയോ, ഇന്ന് ആലോചിക്കുമ്പോൾ ഒരു കോമഡി നടന്ന വീഡിയോ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ ഇസ് ഓഫ് കോഴ്സ് ദി ഓലൻ ആൻഡ് സെക്കൻഡ് സർപ്രൈസ് ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരു ഓണം ഗിഫ്റ്റ് കൊണ്ടുപോവാണ്. വി ഗാർഡിന്റെ ഒരു ഗ്യാസ് സ്റ്റവ്, ഒരു അടിപൊളി ഗ്യാസ് സ്റ്റവ് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുപോകണം. അപ്പൊ അമ്മയ്ക്ക് ആക്ച്വലി ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വരുമ്പോൾ ഒരു ബിസ്ക്കറ്റിന്റെ പാക്കറ്റ് എടുത്ത് കൊടുത്താൽ തന്നെ ഷീ ലൈക്ക് സോ ഹാപ്പി, ഷീ വിൽ ലൈക്ക് യു താങ്ക് യു ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ ഒബ്വിയസ്ലി ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് എടുത്ത് കൊടുത്താൽ വരെ ഓ താങ്ക് യു എന്ന് പറയാന്ന്. എന്താ അതിൻ്റെ വൃത്തം? വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ജെനുവൻ ആയിട്ടുള്ള പാവപ്പെട്ട ഒരു സ്ത്രീകൾ മാത്രം കാണിക്കുന്ന ഒരു സ്വഭാവമല്ലേ ഇത്? ഗിഫ്റ്റ് എന്ന് പറയുന്നത് എന്ത് ഗിഫ്റ്റ് കിട്ടിയാലും സന്തോഷം ഉള്ള ആൾക്കാരുണ്ട്, അല്ലെ ഗിഫ്റ്റ് സർപ്രൈസായി കിട്ടിയാൽ സന്തോഷം കിട്ടുന്ന ആൾക്കാരുണ്ട്, ഗിഫ്റ്റ് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ചില നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി അവർക്കൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ആ ഗിഫ്റ്റ് കിട്ടിയാൽ അത് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണെങ്കിൽ അതിൽ ഇറിറ്റേറ്റഡ് ആവുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഞാനൊരു എൻ്റെ അമ്മൂമ്മ വളരെ സ്വീറ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഞാനൊരു ബിസ്ക്കറ്റ് കവർ കൊടുത്താൽ തന്നെ ഓ അമ്മൂ താങ്ക് യു. ഇപ്പം എന്തായി? ഈ അമ്മൂമ്മേനെയാണോ കുറച്ച് മുമ്പ് വന്ന് പ്രോബ്ലമാറ്റിക് ലേഡി എന്ന് സംസാരിച്ചത്? എടാ ഇതെന്താ സംഭവം എന്നറിയോ? അഹാനയ്ക്ക് പൊതുവെ എല്ലാ വീഡിയോയിലും ഒരു ഓവറാക്കലുണ്ട്. പൊതുവെ ഏത് വീഡിയോസും കണ്ടിട്ടുണ്ട് അറിയാം. ഓവറാക്കൽ ഇൻ ദ സെൻസ് ആളുടെ എഡിറ്റിംഗ് ഗ്രേറ്റ്, അടിപൊളി. ഒരു വ്ളോഗ് ഭയങ്കര എൻ്റർടൈനിങ് ആയി വേണ്ട പീസുകൾ വെച്ച് നല്ല അടിപൊളിയായിട്ട് പുള്ളിക്കാരി എഫോർട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. എന്നാലും ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഈ അഹാനേനെ തന്നെ അശ്വിൻ കളിയാക്കുന്നൊരു പീസുണ്ട്. ഒരു ബിരിയാണി കഴിച്ചിട്ട് അതിൽ അച്ചാറോട് എന്നാ അതുപോലെ ഇപ്പോൾ ഇവളൊരു സദ്യ കഴിക്കുകയാണെങ്കിൽ തന്നെ, ഒരു കപ്പലണ്ടി കഴിക്കുകയാണെങ്കിൽ തന്നെ ഇവണൊരു എന്താ ഈ സാധനത്തിൻ്റെ പേര് പറയുക ഈശ്വരം, ഈ ഫ്രൂട്ട് ബേയിലൊക്കെ പോയി പല പ്രൊമോഷനും കാണുന്ന സമയത്ത് അപ്പോൾ ഇതുപോലൊരു ഓവറാക്കലുണ്ട്. ഈ ഓവറാക്കലാണ് പാവ അഹാന ചേച്ചി. ഒന്നെങ്കിൽ അമ്മൂമ്മ പ്രോബ്ലമാറ്റിക് ലേഡി അല്ല, അമ്മൂമ്മ വളരെ പാവമായിട്ടുള്ള ചെറിയ കാര്യങ്ങളിൽ വരെ വളരെയധികം സന്തോഷിക്കുന്ന ഒരു ലേഡിയാണ്. അല്ലെങ്കിൽ അഹാന പറഞ്ഞ പോലെ അമ്മൂമ്മ ഒരു പ്രോബ്ലമാറ്റിക് ലേഡിയാണ്. അപ്പോൾ വീഡിയോന് വേണ്ടി അഹാന കടന്ന് അങ്ങ് അഭിനയിച്ചു, അമ്മൂമ്മേനെ അങ്ങോട്ട് മാലാഖയാക്കി മാറ്റി, ബിസ്ക്കറ്റ് കിട്ടിയാൽ തന്നെ സന്തോഷപ്പെടുന്ന ഒരു അമ്മൂമ്മയാക്കി മാറ്റി. ഹൂ ഈസ് ഫേക്ക് ഹിയർ? ആരാ ഫേക്ക്? നിങ്ങൾ തന്നെ പറ.
ഇങ്ങനെ ഒരു പ്രോബ്ലമാറ്റിക് ലേഡി, കുട്ടിക്കാലം തൊട്ടേ വെറുപ്പിക്കുന്ന ഒരു ലേഡി ആണെങ്കിൽ അവരെ ഇഷ്ടപ്പെടേണ്ട, ഞാൻ പറയില്ല, ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം, ഗിഫ്റ്റ് കൊടുക്കണം, എല്ലാം നിൽക്കണം. പക്ഷേ ഈ അഹാനേൻ്റെ വായ കൊണ്ട് ഈ അഹാന ഈ വീഡിയോയിൽ പറഞ്ഞ എന്താണ്? ആൻഡ് വാട്ട് നൗ ഷീ ഈസ് സെയിങ്? ഡു യു അഗ്രി വിത്ത് ദിസ്? പറ, നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ? ഐ ഡോണ്ട്. ഇനി അടുത്ത കോമഡി പീസ് നിങ്ങൾ കണ്ടതാ. എന്നാലും പറഞ്ഞെങ്കിൽ മാത്രമേ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. എന്നെ പറയാതെ അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മൂനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവൾ തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പറയില്ല. ഏത് ഹോം നഴ്സ് ഇവിടെ വന്നാലും ഹോം നഴ്സിനോട് ഏജൻസിയിലെ അവർ വിളിച്ച് പറയണത് അവിടെ ഒരു മെൻ്റൽ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീ ഉണ്ട്, ആ സ്ത്രീ പറയണ ഒരു കാര്യവും നിങ്ങൾ കേൾക്കരുത്. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ തിരിച്ചങ്ങ് പറഞ്ഞുകൊള്ളണം. കാരണം നിങ്ങൾക്ക് ശമ്പളം തരണം ഞാനാണ്, ആ സ്ത്രീയല്ല തരണത്. അവൾ പറഞ്ഞ ഒരു കാര്യവും നിങ്ങൾ കേൾക്കാൻ പാടില്ല. ഇവിടെ ലാസ്റ്റിൽ ഇവരെ അമ്മു എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ നീ എൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ച് പറഞ്ഞത് അമ്മമ്മ അങ്ങോട്ട് വരണുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇഷാനിയായിട്ടാണ് വരണത്, കാരണം ഇഷാനിയൊക്കെ ഡീസൻറ്റ് പിള്ളേരാണ്. ആ വീട്ടിലേക്ക് ഇഷാനി, ഹൻസികയും ഓസിയൊക്കെ വേറെ ആരോടും യാതൊരു അമ്മൂമ്മയുടെ കൂടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു. കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞത് എൻ്റെ കല്യാണത്തിന് ഞാൻ നിന്നെ വിളിക്കില്ല. ഇത്രയും സ്വീറ്റായ, ഇത്രയും പാവമായ, ബിസ്ക്കറ്റ് കിട്ടിയാൽ വരെ സ്നേഹം കാണിക്കുന്ന അമ്മൂമ്മേൻ്റെ അടുത്ത് എന്തിനാഹാൻ ഇങ്ങനെ പെരുമാറിയത്? കുടുംബത്തെ മുഴുവൻ നാറ്റിക്കണം എന്നായിരുന്നു ഇവരുടെ ആഗ്രഹമെങ്കിൽ ഇവർക്ക് ഇഷാനീനെയും ദിയേനെയും ഹൻസികേനെയും ഈവൻ സിന്ധു കൃഷ്ണേനെ വരെ പറയായിരുന്നു. ഈ അമ്മൂമ്മേൻ്റെ വീഡിയോയിലോ തൻവീൻ്റെ വീഡിയോയിലോ സിന്ധു കൃഷ്ണയായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സിന്ധു കൃഷ്ണൻ മമ്മി ലാസ്റ്റിലോട്ട് നോക്കിയില്ല എന്നൊരു അലിഗേഷൻ മാത്രമേ ഉള്ളൂ. പകരം അഹാനേനെ കുറിച്ചിട്ടാണ് തല്ലാൻ വന്നു, തെറി വിളിച്ചു, മോശമായി പെരുമാറി, അവരോട് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, മറ്റേത് പറഞ്ഞു. ഇതെന്തുകൊണ്ടാണ്? ഇതിലിപ്പോൾ 75% ഓഫ് കാര്യങ്ങൾ നുണയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. ഒരു 25% അതിൽ സത്യം ഉണ്ടാവില്ലേ? 100 നിങ്ങൾ സമ്മതിക്കേണ്ടത് 25%. ആ 25% സത്യം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും മുമ്പിലും ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇല്ലാത്ത കുടുംബസ്നേഹം, ഇല്ലാത്ത ക്വാളിറ്റി ഓഫ് കുടുംബം ഇവർ വന്ന് കാണിക്കുന്നത്? അശ്വിൻ കൃഷ്ണ വളരെ പാവം പിടിച്ച ഒരു ചെക്കൻ, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ പാവം പിടിച്ച ഒരാൾ. ഈ അശ്വിൻ കൃഷ്ണ വരെ ആഹാനെ അൺഫോളോ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്തായിരിക്കും? ഇവിടെ ഇതൊക്കെ ചോദ്യം ചെയ്യുന്നത് എന്താ അറിയോ? ഇപ്പോൾ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും, കുടുംബക്കാർ തമ്മിൽ തെറ്റും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അതിവിടെ വിഷയമാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടിയതാണ്. ഓണത്തിൻ്റെ വീഡിയോ വരെ ഇവിടെ എടുത്ത് റിയാക്ട് ചെയ്യുക, അതാണ് സോഷ്യൽ മീഡിയയുടെ പവർ. അതുകൊണ്ട് സോഷ്യൽ മീഡിയ വളരെ സിമ്പിളായിട്ടുള്ള, എളുപ്പമായിട്ടുള്ള, ഒരാൾക്ക് പെട്ടെന്ന് ക്യാഷ് കിട്ടാൻ പറ്റുന്ന, റീച്ച് കിട്ടാൻ പറ്റുന്ന, ഫെയിം കിട്ടാൻ പറ്റുന്ന ഒരു സാധനമല്ല. അത് ഉപയോഗിക്കാൻ പഠിക്കണം, അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു ബോധ്യം ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഇതൊക്കെ അപ്പുറം സംഭവിക്കും. എനിവേ, ഈ തമാശ പറഞ്ഞ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമി അൺഫിൽറ്റേർഡ്.